നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പിരിഞ്ഞു പോണ സമയമാണ്. അപ്പോൾ ഞാൻ 93 കൊപ്പം ഹൈസ്കൂളിൽ. അപ്പോൾ 90, 91, 95, 96 ഉള്ളിലുള്ളവരൊക്കെ ഈ ഓട്ടോഗ്രാഫ് എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ഭയങ്കര രസമാണ് ആ വരികൾ. അതൊക്കെ അന്ന് ഒരു ത്രില്ല്. പക്ഷെ ഇന്നൊക്കെ അതെടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഒരുപാട് പഴയ ഓർമ്മകളൊക്കെ നമുക്ക് വരും. അതിൽ കുറച്ച് വരികൾ ഞാൻ പറഞ്ഞുതരാം. നീയില്ലാത്ത ജീവിതം കാലില്ലാത്ത ട്രൗസർ പോലെയാണ്. ചിലവരെഴുതും നീയില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. വേറൊന്നാണ് കേട്ടോ. മരതക പച്ചിലക്കാട്ടിൽ എൻ മരണക്കിടക്ക് വിരിക്കും വരെ മറക്കില്ല ഞാനെൻ മമ സഹോദരി, അഥവാ മറന്നെന്ന് വെച്ചാൽ മരിച്ചെന്ന് കരുതുക, കണ്ടാൽ പോലും ഉണ്ടാറില്ല. പിന്നൊന്ന്, ആകാശം നീലയാണ്, സമുദ്രം നീലയാണ്, സ്നേഹത്തിൻ്റെ നിറം ആർക്കറിയാം എൻ്റെ പൊന്നെ. മറ്റൊന്ന്, നല്ല പോലെ പഠിച്ച് പുല്ലുപോലെ എഴുതി അവല് പോലെ മാർക്ക് വാങ്ങി ചിതറുപോലെ മുന്നേറുക. എന്തായാലും ഇതൊക്കെ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുകൊണ്ട് എന്താ എഴുതിയെന്ന്. അന്ന് ഇതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരികയാണ്. എന്താണ് ഈ ഗോളത്തിൽ ഒരു ശിരാസന്ധിയിൽ ഇനിയും ഒരിക്കൽ നാം കണ്ടുമുട്ടും, ഒരു കാലം കാറ്റിൽ വേർപെട്ടു പോയതാവാം, ഒരു തൂവൽ ചീടുകൾ എന്ന പോലെ. ബൈ അഞ്ജലി. ഏതഞ്ജലി? അങ്ങനെ എത്ര അഞ്ജലികളിരുന്ന് പണ്ടില്ലേ. എന്താ എഴുതിയിട്ടുണ്ട്, എഴുതിപ്പിച്ചിട്ടില്ല. എന്നാലും മറക്കാത്ത ഓർമ്മകൾ, തമാശകൾ ഇപ്പോഴും മായാത്ത ഹൃദയത്തിലുണ്ട്. എന്തൊക്കെയായിരിക്കണം. അന്നത്തെ കാലത്ത് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങാൻ പൈസ ഇല്ലായിട്ട് ആരോടൊക്കെ കയ്യും കാലും പിടിച്ചിട്ട് ഉപ്പയാണോ ഉമ്മയാണോ തന്നതെന്ന് പോലും ഓർമ്മയില്ല. ഓട്ടോഗ്രാഫ് വാങ്ങാൻ പൈസ ഇല്ലാതിരുന്ന കാലം, അതാണ് നമ്മളൊക്കെ 93 കാലഘട്ടം. എന്ന മാതിരി ചില്ലുകൾ വാരുമ്പോൾ വിരൽ മുറിയും, ഓർമ്മകളെ താലോലിക്കുമ്പോൾ മനസ്സും, അങ്ങനെ ഒരു മുറിവായി ഞാൻ നിന്നിൽ വരും. ഇത് എഴുതിയ ആളൊരിക്കലും ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് പരിചയം പുതുക്കാൻ ചെന്നപ്പോഴേ 3 മണിക്കൂർ വന്നിക്കണു. ആളെ പറഞ്ഞ് മനസ്സിലാക്കാം, ഞാനാണ്, അനീഫയാണ്, വിളയുള്ളതാണ്. എന്താ കഥല്ലേ. ഒരിക്കലും മറക്കാത്ത ജീവിതം, ഒരു നാൾ പിരിയുന്ന ജീവിതം, ഓർമ്മയിൽ മായാത്ത ജീവിതം, അതാണ് മോനെ വിദ്യാർത്ഥി ജീവിതം. മുബീന. അന്നത്തേക്ക് ഒരു ഓട്ടോഗ്രാഫ് എഴുത്ത് ഭയങ്കര സംഭവമായിരുന്നത്. ആകാശത്തിലേക്ക് നോക്കൂ, ദൈവത്തിൻ്റെ മഹത്വം കാണാം. ഭൂമിയിലേക്ക് നോക്കൂ, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. കണ്ണാടിയിലേക്ക് നോക്കൂ, ദൈവത്തിൻ്റെ അബദ്ധം കാണാം. അയച്ചിട്ട് പോയിട്ട് നീ കണ്ണാടിയിൽ നോക്കണ്ട, ശരിക്കും അബദ്ധം തന്നെ ഇക്കാരം. നീ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, നീ ചിരിച്ചില്ലേലും ഞാൻ ചിരിക്കും മരിക്കുവോളം, അതാണ് നിൻ്റെ ഈ ഉറ്റ സുഹൃത്ത്. എന്നിട്ട് ബ്രാക്കറ്റിലാണ് എന്ത് എഴുതിക്കണത്, വെഡ്ഡിങ് കാർഡ് അയക്കാൻ മറക്കരുത്. എന്തൊക്കെയല്ലേ. നിങ്ങളൊക്കെ വീട്ടിൽ തിരയുമ്പോഴേ പഴയ ഓട്ടോഗ്രാഫ് ഉണ്ടോയെന്ന് തിരഞ്ഞു നോക്കൊണ്ടു. ഉണ്ടെങ്കിൽ അതിലെഴുതിയ ഏതെങ്കിലും വരികളുണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് അയച്ചു തരുന്നുണ്ട് കേട്ടോ. എല്ലാവരും പെരയിലുണ്ടാവും പഴയ. ഇപ്പോൾ ഒരു 45-50 വയസ്സായി കിടക്കുന്ന ആൾക്കാരൊക്കെ പെരയിൽ ഈ പഴയ കാലത്ത് ഓട്ടോഗ്രാഫുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നൊന്ന് എഴുതിക്കണുണ്ടോ, നീ ഓരോ ദിവസവും ഓരോരുത്തരുടെയും പട്ട അന്വേഷിച്ച് ഓടി നടക്കുമ്പോൾ ഞാൻ അറിയാതെ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി. വിരോധമില്ലെങ്കിൽ കാനനച്ചോലയിൽ ആടുമേക്കാൻ എന്നോടൊപ്പം വരുമോ? ഐ ലവ് യു വെരി മച്ച്. നീ തിന്നുന്ന പട്ട പോലെ ദഹിപ്പിച്ച് കളയരുതേ നമ്മുടെ ഈ ബന്ധം. യുവർ ബെസ്റ്റ് ഫ്രണ്ട്. എന്നിട്ട് ബ്രാക്കറ്റിൽ കൊതുക് എന്നും കൂടി ഉണ്ട് കേട്ടോ. അവിടെയാണ് അതിൻ്റെ ഹൈലൈറ്റ്സ് കിടക്കണത്. ഇപ്പോഴൊന്നും അങ്ങനെ ഒരു ഓട്ടോഗ്രാഫ് എഴുതുന്നൊരു സമ്പ്രദായം ഇല്ലാതെ തോന്നുന്നു. ഇപ്പോഴൊക്കെ അടിച്ച് പൊളിച്ചിട്ട് അവരൊന്ന് പിരിഞ്ഞു പോരുമല്ലേ. എല്ലാ സംഭവങ്ങളും എല്ലാം ചെയ്തിട്ടാണ് പോരുകയാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സും +2 ഒക്കെ ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട്. പിന്നൊന്ന് എഴുതിക്കണുണ്ടോ, ഇതിൽ വി എന്നൊക്കെ ഇംഗ്ലീഷിലാണ് എഴുതിക്കണം കേട്ടോ. നമ്മളെ വി എന്ന് എഴുതിയിട്ട് വി ശാല മനസ്സേ, വി രോധ മരുതേ, വി ദി ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. ഇത് എഴുതിയതിനെ ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആരോ എഴുതി, എന്താ ഇപ്പോൾ പേര് കൊടുത്തിരിക്കുന്നത്, റസാഖ്.
അതിൽ ആ വി ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ കൊടുത്തിട്ട് പിന്നെ ശാല മനസ്സ് വി പിന്നെ രോധരുത് എന്താ വിരോധം അരുത് വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. എന്താ ഒരാളെ ഇതിങ്ങണ്ടോ പാലില്ലെങ്കിൽ വിഷമിക്കേണ്ട കട്ടൻ ചായ കുടിച്ചോളൂ, ഞാനില്ലെങ്കിൽ വിഷമിക്കേണ്ട ഈ ഓട്ടോഗ്രാഫ് നോക്കിക്കോളൂ. അതന്ന് കണ്ടതാണ്, അവൻ മനസ്സ് കണ്ടതാണ് നമ്മൾ ഇന്ന് ഈ ഓട്ടോഗ്രാഫ് തിരഞ്ഞു നോക്കുന്നുള്ളത്. ഇതൊക്കെ ഓർക്കാനേ ഓട്ടോഗ്രാഫിൻ്റെ നോക്കേണ്ടി വന്നു. പഴയ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഓർമ്മ വന്നു. അങ്ങനത്തെ ഒരുപാട് നിങ്ങളൊക്കെ ഓർമ്മകളിലുള്ള ഏതെങ്കിലും ഒരു വരികളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. ഓക്കെ ബൈ.